ഹായ് ഹലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ന്യൂമറസ് കാർസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഇന്നോവ G4 ടൈപ്പ് ആണ്. 2014 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് കിടക്കാം. അപ്പോ 2014 മോഡല് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1,50,000 കിലോമീറ്റർ ഓടിയേക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ബോഡിയിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം നോക്കി കഴിഞ്ഞാൽ ബോണറ്റിലോ അതോ ബമ്പറിലോ വേറെ സ്ക്രാച്ചസോ ഡെന്റസോ ഒന്നും കാണുന്നില്ല. ക്രോം ഫിനിഷ് ഒക്കെ നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. വേറെ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഹെഡ്ലൈറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കമ്പനി ഹെഡ്ലൈറ്റ്സ് തന്നെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെൻഡർ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കണം. വേറെ ഡെന്റസോ അതോ പൊട്ടലോ കാര്യങ്ങളോ പെയിന്റ് പോലെ ഒന്നുമില്ല. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 70-75% ടയർ ഫ്രണ്ട് ടയർ വരുന്നുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. 2014 വണ്ടി 14 ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. സൈഡ് ക്വാർട്ടർ ഗ്ലാസ് കുഴപ്പമില്ല, സെയിം ഇയർ തന്നെയാണ്. വേറെ മാറ്റങ്ങളോ അതോ റീപ്ലേസ്മെന്റ്സോ ഒന്നുമില്ല. റൈറ്റ് സൈഡ് ഡോറിലേക്കൊക്കെ വരുമ്പോൾ വളരെ നീറ്റായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവര്. ബാക്ക് ഡോറിലേക്ക് വരുമ്പോൾ സെയിം കണ്ടീഷൻ തന്നെയാണ്, ഡെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡ് ടയർ റൈറ്റ് സൈഡ് വരുമ്പോൾ ഒരു എബോ 75% ടയർ അവിടെയും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം D4 ഉൾപ്പെടെയുള്ള ഗ്ലാസും പിന്നെ നമുക്ക് റിയർ വൈപ്പറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോഗോ കാണാം. ബാക്കിൽ വേറെ ഡെന്റസോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ബമ്പറൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നത്. അവർക്ക് റിവേഴ്സ് ക്യാം അവർ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. പിന്നെ സ്ക്രാച്ചസ് ഒന്നും നമുക്ക് വേറെ സൈഡ് പോയി നോക്കുമ്പോൾ കാണുന്നില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം കണ്ടീഷൻ. നമുക്ക് ലെഫ്റ്റ് സൈഡ് ടയർ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 70% ടയർ അവിടെയുണ്ട്. ബാക്ക് ഡോർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നീറ്റ് കണ്ടീഷനിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ ഡോറും സെയിം കണ്ടീഷൻ. ലെഫ്റ്റ് സൈഡ് ഫെൻഡറും വേറെ ഡെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പെയിന്റ് പോകലോ ഒന്നുമില്ല. നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നോട്ടം പോണത് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ നോട്ടം ഫസ്റ്റ് പോവുക. അതിന്റെ തന്നെ റിവേഴ്സ് ക്യാമും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലിയർ ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു റിവേഴ്സ് ക്യാമും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ഡാഷ്ബോർഡ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നീറ്റാണ്. വണ്ടി കണ്ടീഷൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് ആൻഡ്രസ്റ്റിന്റെ താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് റോൾ ആയാലും നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലെതർ ഫിനിഷില് എല്ലാ സീറ്റും നല്ല പക്ക കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പാസഞ്ചർ സൈഡിലേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ, നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ബക്കറ്റ് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിൽ വരുമ്പോൾ നമുക്ക് നോർമൽ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു 7 സീറ്റർ വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു നോർമൽ ഫാമിലിക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എഞ്ചിൻ കൂടി കണ്ടിട്ട് വന്നാലോ. അപ്പൊ നമ്മളെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന് വന്നത് 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വന്നത്. ഇതിന്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ലീക്കുകളോ ഓയിൽ ലീക്കോ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഡെന്റോ മാറ്റങ്ങളോ ഒന്നുമില്ല കാണുന്നില്ല. പിന്നെ നമുക്ക് ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2023 ബാറ്ററിയാണ് ഇരിക്കുന്നത്. 9 മാസം ബാറ്ററി, പുത്തൻ ബാറ്ററി ഇരിക്കണേ. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വേറെ ലീക്കുകളോ കംപ്ലൈന്റ്സോ വേറെ ഒന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റിലേക്ക് ഇറങ്ങുമ്പോൾ 9,60,000 രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ലോൺ അവൈലബിൾ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് താഴെ നമ്പറിലേക്ക് വിളിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ന്യൂമറസ് കാർസ് കേരളയിലാണ്. ആലുവയിലാണ് ഷോറൂം. നമുക്ക് 2 ഷോറൂം ഉണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കുന്നത് നമ്മുടെ ബാങ്ക് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്.
അപ്പോ അടുത്തൊരു കാറുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ.